മാഷെ, സമകാലീന ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സമകാലീന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ വിചാരിക്കുന്നത് അഴിമതിയാണ്. കാരണം എല്ലാ അർത്ഥത്തിലും നീതി നിഷേധിക്കപ്പെടുക എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞിൻ്റെയും അനുഭവം. എന്തിനും കൈക്കൂലി കൊടുക്കണം, നിങ്ങൾക്ക് ഒരു വഴിയുമില്ല വേറെ. അതായത് നിങ്ങളുടെ നാട്ടിൽ ജനാധിപത്യമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാം, പോലീസിന് കൈക്കൂലി കൊടുക്കണം. സിവിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കടലാസ് നേരെയാക്കാൻ അവിടെ കൈക്കൂലി കൊടുക്കണം എന്ന് പരാതി പറയേണ്ട ആരോടാ? പോലീസിനോടാ. ആ പോലീസ് മര്യാദയ്ക്ക് പെരുമാറില്ല എന്ന് പരാതി പറയേണ്ടത് കോടതിയിലാണ്. കോടതിയും കൈക്കൂലി വാങ്ങും എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്ന ആരോടാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയോടാണ്, അല്ലെങ്കിൽ നമ്മളൊരു പത്രത്തോടാണ്. ഈ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും ജനാധിപത്യത്തിന് എന്തൊക്കെയാണ്? 4 എസ്റ്റേറ്റ് നമ്മൾ പറയും. നിയമസഭയുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, മാധ്യമങ്ങളുണ്ട്. എല്ലാ തലങ്ങളും, അതായത് ജനാധിപത്യത്തിന്റെ 4 മുഖങ്ങളും ഈ അളവിൽ രാഷ്ട്രീയ ഭേദമല്ല, ജാതിഭേദമല്ല, മതഭേദമല്ല. ആരും കൈക്കൂലി വാങ്ങാം. കൈക്കൂലി കൊടുത്ത് ആരെ കൊണ്ട് എന്തും ചെയ്യിക്കാം, എന്തും ചെയ്യിക്കാതെ ഇരിക്കാം എന്ന തരത്തിൽ കൊലക്കേസാണെങ്കിലും ബലാത്സംഗ കേസാണെങ്കിലും ജോലി കൊടുക്കാത്ത കേസാണെങ്കിലും നമ്മുടെ കോൺട്രാക്ടറെ ബില്ല് പാസ്സാക്കാത്ത കേസ്, ഏത് കേസായിക്കോട്ടെ. ഇനിയിപ്പോ കല്യാണത്തിന് മുഹൂർത്തം നിശ്ചയിക്കുന്നതിന് കൈക്കൂലി കൊടുക്കുക എന്നുള്ളവരുടെ സ്വാഭാവികമുള്ളൊരു കാര്യമാണ്. അല്ല, ജോത്സ്യൻ്റെ അടുത്ത് പോയി, ഒരു ദൈവജ്ഞനാണ് അദ്ദേഹം എന്നാണ് പറയാം. അപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, ജാതകം നമ്മൾ ഒക്കുന്നില്ല. അപ്പൊ അത് അയക്ക് കൈമടക്ക് കൊടുത്താൽ ജാതകം ഒക്കുന്ന പരിപാടി ഇവിടെയുണ്ട്. ഇത്ര ചെറിയ കാര്യം തൊട്ട് ഏറ്റവും വലിയ, അതായത് ലോക്സഭയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ച മെമ്പർമാർ കോർപ്പറേറ്റുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് നമ്മൾ കേൾക്കല്ല. അതിന്റെ കഥകള്, അതിന്റെ ഒളി ക്യാമറയിൽ പിടിച്ച ദൃശ്യങ്ങളോ അല്ലെങ്കിൽ പാർലമെന്റിൽ അവര് പണം കൊണ്ടുവന്ന കാര്യങ്ങളോ നമ്മൾ അറിയുന്നു. അപ്പോ ഇത് ജനാധിപത്യമല്ല, പണാധിപത്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ജാതീയതയും വർഗീയതയാണ്. അത് മിക്ക സംസ്ഥാനങ്ങളിലും മേൽജാതിക്കാർ എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടര് കീഴ്ജാതിക്കാരെന്ന് വിളിക്കപ്പെട്ട കൂട്ടരെ പല തരത്തിൽ ഉപദ്രവിക്കും നമ്മൾ കാണും. ചൂഷണം ചെയ്യുന്നത്, അവരോട് വിവേചനം കാണിക്കുന്നത്. ഇതുപോലെ മതത്തിന്റെ പേരിൽ, അതിലിപ്പോ വലിയ ഉദാഹരണമാണ് 84 സിഖുകാർക്കെതിരായിട്ട് ഹിന്ദുക്കൾ നടത്തിയ കലാപം. വേറെ ഒന്നാണ് ഗുജറാത്തില് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഹിന്ദുക്കൾ നടത്തിയത്. വേറെ ഒന്നാണ് ബോംബെയിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾക്കെതിരായി ഹിന്ദുക്കളും നടത്തിയത്. അപ്പൊ ഇതിലാരും വ്യത്യാസമല്ല. ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ മാറാട് കലാപം, അതിലിപ്പോ 2 കൂട്ടരും ഒരുപോലെ ഉത്തരവാദികളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലഹത്തിൽ 2 കൂട്ടർ ഒരുപോലെ ഉത്തരവാദികളാണ്. 2 കൂട്ടർ ഒരുപോലെ അക്രമം കാണിച്ചത്. അപ്പോ ഇതിലൂടെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഹിംസ വരുന്നത്. ചെറിയ പ്രശ്നമല്ല നമ്മുടെ ഹിംസ എന്ന് പറയുന്നത്. കാരണം എന്ത് പ്രശ്നവും ഇപ്പൊ നമ്മൾ എങ്ങനെയാ ഇത് ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ സിനിമ എടുത്തോളൂ. അതിലിപ്പോ സിനിമയിൽ എങ്ങനെയാ പ്രശ്നം പരിഹരിക്കുക? നമ്മുടെ നായകൻ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി, അദ്ദേഹം ജില്ലാ കളക്ടറാണ്, അല്ലെ വക്കീലാണ്, അല്ലെ പത്രപ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയാണ്. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളൊന്നും ജനാധിപത്യത്തിന്റെ രീതിയിൽ പരിഹരിക്കാൻ കഴിയില്ല. ഇയാൾ ഒരു പോക്കിരിയായി, ഇയാൾ ജോലി രാജിവെച്ചു, ഇയാൾ തോക്കെടുത്തു, വാളെടുത്തു. അങ്ങനെ ആളുകളെ അരിഞ്ഞു തള്ളിയാൽ, ആളുകളെ വെടിവെച്ചു കൊന്നാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഹിംസ കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ. ഒരു നായകന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ മിക്ക സിനിമകളും പറയുന്നത്, നമ്മുടെ പത്രങ്ങളും തന്നെ പറയുന്നത്. അപ്പൊ എന്താ വരുന്നത് വെച്ചാല്, ഒരു നായകൻ വേണം, ഒരു രക്ഷകൻ വേണം, ഒരു അവതാര പുരുഷൻ വേണം. നമുക്ക് വിശ്വാസം ജനങ്ങളിലല്ല. ആരിലാണ്? മോദി എന്നൊരു വ്യക്തിയില, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയില. ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി എന്നൊരു വ്യക്തിയിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എന്നൊരു വ്യക്തിയിലായിരുന്നു, അതിനു മുമ്പ് നെഹ്റു എന്നൊരു വ്യക്തിയിലായിരുന്നു. ഇതൊന്നും തീരെ ശരിയല്ല. ജനവിരുദ്ധമായൊരു നിലപാടാണിത്. കാരണം ഇങ്ങനെ അതിമാനുഷന്മാര്, സൂപ്പർമാൻ എന്നുള്ളൊരു സങ്കല്പം, ഇങ്ങനെയാണ് ഇറ്റലിയിൽ മുസോളിനി ജനങ്ങളെ അടക്കി നിർത്തിയത്. ഇങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജനങ്ങളെ അടക്കി നിർത്തിയത്.
ഇങ്ങനെയാണ് റഷ്യയിൽ സ്റ്റാലിൻ ജനങ്ങളെ അടക്കി നിർത്തിയത്. രക്ഷ എന്ന് പറയുന്നത് ഈ വ്യക്തിയിലല്ല, അത് വ്യക്തിപൂജ, വ്യക്തി ആരാധന, ഹീറോ വർഷിപ്പ് എന്നുള്ള നമ്മുടെ ഒരു രീതിയാണ്. നമ്മളെ പഴയ കഥകളിൽ എങ്ങനെയാണ് കൃഷ്ണൻ മരണം രക്ഷിക്കാൻ, അല്ലെ രാമൻ മരണം രക്ഷിക്കാൻ, ഇങ്ങനെയൊന്നല്ല. അതൊക്കെ രാജാക്കന്മാരുടെ കാലത്ത്, ഇതിഹാസങ്ങളുടെ കാലത്ത്, കാവ്യങ്ങള് അത്തരം സമൂഹങ്ങളെ ചിത്രീകരിച്ച കാലത്ത് അതിലെ നായകനാണ് എല്ലാത്തിനും രക്ഷകനായിട്ട് വരിക. ജനാധിപത്യം അങ്ങനെയല്ല, ജനങ്ങളിത് പരിഹരിക്കും. അതിപ്പോ നല്ല ഉദാഹരണം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ കാണിച്ചു. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം തോന്നിയ കാര്യമാണ്, 77 ഇലക്ഷൻ വന്നപ്പോൾ എന്തുണ്ടായി? യു പിയിലെ നമ്മൾ ഇവിടെ പറഞ്ഞ നിരക്ഷരന്മാരും ദരിദ്രന്മാരും ആയ തൊഴിലാളികൾ എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചിട്ട് ഏതാണ്ട് ബഫൂൺമാരി ആയിരുന്ന രായ്നാരായണനെ ജയിപ്പിച്ചു. അങ്ങനെ ജനങ്ങൾക്ക് അതിന് ചെയ്യാൻ സാധിക്കും. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് കേരളത്തിൽ മുദ്രാവാക്യം എഴുതി. പക്ഷെ കേരളത്തിൽ 20 സീറ്റിലും ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും പിന്തുണച്ച ആളുകൾ ജയിച്ചു. യു പിയിൽ അങ്ങനെയല്ല ഉണ്ടായത്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോൽക്കുമ്പോൾ ഒരു സാധനത്തെ ഈ ജനങ്ങൾ വലിച്ചെറിയാണ്. ആ തരത്തിൽ ജനങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും എന്ന് വിശ്വസിക്കാത്തതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വലിയ കുഴപ്പം. അപ്പോൾ ജാതീയതയുടെ പേരിലും മതവർഗീയതയുടെ പേരിലും നമ്മൾ കാണിക്കുന്ന ഹിംസ അതിന്റെ പരിഹാരമായിട്ട് ചില വ്യക്തികൾ വരികയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ആ വരുന്നത് ഫാസിസമാണ്. ആ വരുന്നത് ജനവിരുദ്ധമായ രാഷ്ട്രീയമാണ്. ആ വരുന്നത് ജനാധിപത്യ വിരുദ്ധമായ ജനാധിപത്യമാണ്. ജനത്തിന്റെ പേരിൽ അത് വരുന്നത്. കാരണം ഇലക്ഷൻ നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങളെ ജനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ജനാധിപത്യത്തെ ജനാധിപത്യത്തിനെതിരെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കാണിക്കുകയാണ് മോദി. അദ്ദേഹം 3 വട്ടം എലക്ട് ചെയ്യപ്പെട്ടു. അറിയിച്ചു, ഇത്ര ഹിംസ പ്രചരിപ്പിക്കുന്ന ഒരാള്, ഇത്ര ഹിംസയെ പറ്റി ഒരു അറപ്പുമില്ലാത്ത ഒരാള് ഈ തരത്തിൽ ജയിക്കുക എന്നുള്ളത്, അതും ഗാന്ധി ജനിച്ച നാട്ടിൽ, വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോദ്യം സമപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അഴിമതിയാണ്, രണ്ടാമത് ജാതീയതയാണ്, മൂന്നാമത്തത് മതവർഗീയതയാണ്, നാലാമത്തത് ഹിംസയാണ്. ആ ഹിംസയുടെ കൂട്ടത്തിൽ, അക്രമത്തിന്റെ കൂട്ടത്തിൽ, വയലൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്ത്രീകളോട് കാണിക്കുന്ന അന്യായം പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ലിംഗനീതി എന്നൊരു സാധനം വാസ്തവത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് അറിഞ്ഞുകൂടാ. നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഈ ഗാന്ധിയാണ് സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. ലോക ചരിത്രത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയധികം പെണ്ണുങ്ങൾ പങ്കെടുത്തിട്ടില്ല. പെണ്ണുങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളത് ഗാന്ധി ഉറപ്പാക്കിയിരുന്ന ഒരു കാര്യമാണ്. അത് നോക്കിയാൽ കാണാം. എപ്പോഴും അദ്ദേഹത്തിനോട് കസ്തൂർബയുണ്ട്. കസ്തൂർബയ്ക്ക് പണി എൻ്റെ കഞ്ഞി ചൂടാക്കലാണ്, അല്ലെങ്കിൽ എൻ്റെ കുപ്പായം തിരുമ്പലാണ് എന്ന് ഗാന്ധി വിചാരിച്ചിട്ടില്ല. അദ്ദേഹം എടുക്കുന്ന ഏത് പണിയും കസ്തൂർബയ്ക്ക് എടുക്കാം. അദ്ദേഹത്തിന് കൂടെ എപ്പോഴും ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് ഇന്ന് നടക്കുന്നത്. എന്താണ്? സ്ത്രീകൾ എന്ന് പറയുന്നത് നമുക്ക് ആക്രമിക്കാനും നമുക്ക് ബലാത്സംഗം ചെയ്യാനും നമുക്ക് ചവിട്ടിത്തേക്കാനും ഉള്ള ഒരു സാധനമാണ് എന്ന്. ലിംഗനീതിയുടെ കാര്യത്തിൽ എത്രയോ പുറകിലാണ് ഇന്ത്യ. അത് നമ്മുടെ ജനാധിപത്യം മറുപടേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ജനസംഖ്യയിൽ 1000 പുരുഷന് 1081 സ്ത്രീയുണ്ട്. സ്ത്രീ ഒരു പെണ്ണധിക നാടാ കേരളം. ഇവിടെ ആരെങ്കിലും പറയണ്ടോ കേരള നിയമസഭയിൽ 140 സീറ്റിൽ 70 സീറ്റ് പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്? അല്ലേ? 7 പെണ്ണുങ്ങളെ പെള്ളൂ അവിടെ. ഇപ്പോഴത്തെ സഭയിൽ സ്ത്രീകൾക്ക് കിട്ടേണ്ടതിന്റെ 10-1 കിട്ടിയിട്ടുള്ളൂ. 7 മെമ്പർമാരെ ഇന്നത്തെ കേരള നിയമസഭയിലുള്ളൂ. നമ്മുടെ 22 പേരുള്ള മന്ത്രിസഭയിൽ ഒരു സ്ത്രീയേ ഉള്ളൂ. അതുകൊണ്ട് ആ തരത്തിൽ നീതി ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ പണിയാണ്. അത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. പ്രശ്നഭരിതമാണ് നമ്മുടെ ജനാധിപത്യം, സംശയമില്ല. നമ്മളിപ്പോൾ എത്രയോ 128 കോടി ജനങ്ങളുടെ ഒരു മഹാരാജ്യമാണ്. അനേകം ഭാഷകൾ, അനേകം മതവിശ്വാസങ്ങൾ, അനേകം സംസ്കാരങ്ങൾ, ജാതി, ഉപജാതി, ഉൾജാതി എല്ലാം കൂടി 27,000 ഉണ്ട് ഇന്ത്യയിൽ. ജാതിയും ഉപജാതിയും ഉൾജാതിയും 3000 കൊല്ലായി. അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രത്തിന്റെ ഭാരം, സംസ്കാരത്തിന്റെ ഭാരം, അതിൻ്റെ എല്ലാ നന്മകളും തിന്മകളും ഉള്ളൊരു മഹാസംസ്കാരമാണ് നമ്മൾ, ഒരു മഹാജനതയാണ് നമ്മൾ ഏറ്റവും വലിയ പരീക്ഷണത്തിലാണ്. റഷ്യ തകർന്നു പോയി. 1917 റഷ്യ വരുമ്പോൾ ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ എന്നൊക്കെ പറയുന്നത് ഒക്കെ ഭാഷകളാണ്. റഷ്യ എന്നുള്ളൊരു ഭാഷയുടെ പേരാണ്. അതൊക്കെ 91 അത് തകർന്ന് തരിപ്പണമായി. അത് മുഴുവൻ വിഭജിച്ചു പോയി.
നമ്മൾ ഈ 128 കോടി ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യം എന്ന പേരിൽ നമ്മൾ നിൽക്കുന്നു. നമുക്കൊരു ജനാധിപത്യം കൊണ്ടു നടക്കാനുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള പരിമിതികളും കൊള്ളരുതായ്മകളും ജീർണതകളും ഇല്ലാതാക്കിയിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ സാധിക്കൂ.